ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ഇനിയെന്നും ഭാഗം 35. തന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ രൂപമാറ്റം ഇനി വേണ്ട എന്ന്. പിന്നെ എന്തിനാ വീണ്ടും? തനിക്കരികിൽ സ്വന്തം രൂപം മാറ്റിയിരിക്കുന്ന ദേവുവിനെ നോക്കി ചോദിച്ചതും അവൾ ദേവിയെ നോക്കി. അത് ആ രൂപത്തിൽ എന്നെ കണ്ടാൽ എല്ലാവരോടും എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. ആദ്യം അമ്മച്ചിയുടെ ഓപ്പറേഷൻ കഴിയട്ടെ, എന്നിട്ട് എല്ലാവരോടും പറയാം. പിന്നെ ഇന്നലെ വീട്ടിലേക്ക് എന്റെ ശരിക്കുമുള്ള രൂപത്തിൽ ചെന്നപ്പോൾ തന്നെ അനുവിനോടും മഞ്ജുവിനോടും സാറിനോടും എല്ലാം പറഞ്ഞെന്ന് പറയേണ്ടി വന്നു. ഇന്ന് രാവിലെ രവിച്ചേട്ടനോടും ഉമ്മച്ചേച്ചിയോടും പറഞ്ഞു. ഇനി ബാക്കിയുള്ളവർ കൂടി ഇപ്പൊ അറിയണ്ടെന്ന് അവരാ പറഞ്ഞത്. എന്റെ ശത്രുക്കൾ ഇപ്പൊ പെട്ടെന്ന് എന്നെ തിരിച്ചറിഞ്ഞ് എന്തെങ്കിലും ചെയ്താൽ അത് ആപത്ത് വിളിച്ചു വരുത്തുന്നതിന് തുല്യമാവും. മേരിയമ്മ ആദ്യം സുഖമായി തിരിച്ചു വരട്ടെ. അവർക്കെതിരെ നീങ്ങുവാൻ ശരിയായ പ്ലാനിങ് വേണം. ഒരു പിഴവ് പോലും പാടില്ല. ദേവ് പറഞ്ഞതും ദേവി അതിന് മറുപടി പറഞ്ഞില്ല. നിർത്തിയതും ദേവി സംശയത്തോടെ പുറത്തേക്ക് നോക്കി. പള്ളിമുറ്റത്താണ് വണ്ടി നിർത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലായതും അതേ സംശയത്തോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. താൻ ഇറങ്ങ്, ഒന്ന് പ്രാർത്ഥിച്ചേച്ചും പോകാം. ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ അമ്മച്ചി അത് മനസ്സിലാക്കാനും ഓപ്പറേഷന് സമ്മതിക്കാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാന്നേ. അവളെ നോക്കി ചെറുചിരിയോടെ ദേവി പറഞ്ഞതും അവളും അവനെ സമ്മതമെന്നോണം നോക്കി ചിരിച്ചു. ശേഷം കാറിൽ നിന്നിറങ്ങി പള്ളിക്കുള്ളിലേക്ക് നടന്നു കയറി. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കൂടെ നിൽക്കുന്നവരുടെ ചതിയിൽപ്പെട്ട് കുരിശിലേറ്റപ്പെട്ട തിരുരൂപത്തിനു മുന്നിൽ മുട്ടുകുത്തി നിന്നവൾ മേരിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കഴുത്തിലൂടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നിയതും ദേവു കണ്ണുകൾ തുറന്നു. തന്റെ തൊട്ടു മുന്നിൽ കുഞ്ഞു നിൽക്കുന്ന ദേവിയെ കണ്ടതും അവൾ ഞെട്ടി വേഗം എഴുന്നേറ്റു. നോട്ടം സ്വന്തം കഴുത്തിലേക്ക് പോയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മഞ്ഞച്ചരടിൽ കോർത്ത താലി കണ്ടതും അവൾ പകപ്പോടെ ദേവിയെ നോക്കി. ഇത് എന്താ ഈ ചെയ്തത്? പറഞ്ഞതല്ലേ ഞാൻ എല്ലാം, എന്നിട്ടും ചതിക്കായിരുന്നല്ലേ? എന്തിനു വേണ്ടിയായിരുന്നു? അമ്മച്ചിക്ക് വേണ്ടിയോ? സാറല്ലേ പറഞ്ഞത് അമ്മച്ചിയോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്ന്. ഇനി അത് പറ്റിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്തേനില്ലേ? അല്ലാതെ എന്ത് വിചാരിച്ചു? ഈ ഒരു ചരട് എന്റെ കഴുത്തിൽ കെട്ടിയാൽ നിങ്ങളുടെ ഭാര്യ ആയിരുന്നവളെ ഞാൻ വെറുതെ വിടുമെന്നോ? ഇല്ല, രക്ഷപ്പെടുത്താൻ നിങ്ങൾ എന്നല്ല ആര് ശ്രമിച്ചാലും നടക്കില്ല. അവളുടെയും അവളുടെ ചേട്ടന്റെയും ജീവൻ ദാ ഈ കൈകൊണ്ട് എടുക്കും ഞാൻ. അതിന് തടസ്സം ഈ താലിയാണെങ്കിൽ ഈ നിമിഷം അത് ഞാൻ പൊട്ടിക്കും. പ്രാന്തെടുത്ത പോലെ പറയുന്നതിനോടൊപ്പം ദേവു കഴുത്തിൽ കിടക്കുന്ന താലി പിടിച്ചു വലിച്ചു. എന്നാൽ അവളുടെ പ്രതികരണം ഇങ്ങനെ തന്നെയാവുമെന്ന് മുന്നേ മനസ്സിലാക്കിയിരുന്ന ദേവി അവൾ താലിയെ വലിക്കുന്ന കൈ തന്റെ കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. എന്നെ കുഴിയിലോട്ട് എടുത്തിട്ട് മാത്രമേ ഈ താലി നിന്റെ കഴുത്തിൽ നിന്നും ഇറങ്ങത്തുള്ളൂ. അതിനു മുന്നേ നീ എന്നല്ല ആര് വിചാരിച്ചാലും അത് അഴിച്ചു മാറ്റാൻ സമ്മതിക്കില്ല. അറിയാലോ നിനക്കെന്നെ? വല്ലാത്തൊരു ഗൗരവത്തിൽ ദേവി ചോദിച്ചതും അതേ ദേഷ്യത്തോടെ ഭദ്രവനെ പിന്നിലേക്ക് ആഞ്ഞു തള്ളി. അറിയാം, ഇന്നലെ വരെ നിങ്ങളെപ്പറ്റി നല്ലത് മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്നോട് ചെയ്തതൊക്കെ ഓർമ്മ നിൽക്കുമ്പോഴും നിങ്ങളോട് എന്നെ കേൾക്കാത്തതിൽ പരിഭവമല്ലാതെ ദേഷ്യം തോന്നിയിട്ടില്ല. പക്ഷെ ഈ നിമിഷം സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ താലി ഒരു വിലയും കൽപ്പിക്കാതെ എന്റെ കഴുത്തിൽ കെട്ടിയ നിങ്ങളോട് വെറുപ്പാണ് എനിക്ക്. ദേവുവിന്റെ വാക്കുകൾ അവനിൽ സങ്കടമുണ്ടാക്കിയെങ്കിലും അയഞ്ഞു കൊടുത്താൽ ശരിയാവില്ല എന്നറിയാവുന്നത് കൊണ്ട് അവൻ ഗൗരവത്തിന്റെ മുഖം മൂടി എടുത്തണിഞ്ഞു. അതെ, ഞാൻ സ്വാർത്ഥം തന്നെയാ. അങ്ങനെ തന്നെ കരുതിക്കോ നീ. എന്റെ അമ്മച്ചിയുടെ ഓപ്പറേഷൻ നടക്കണം. അതിനുവേണ്ടി എന്തു ചെയ്യും ഈ ദേവി? എന്റെ അമ്മച്ചി ആഗ്രഹിച്ചത് ഞാൻ കെട്ടിത്തന്ന മിന്നണിഞ്ഞ് നിൽക്കുന്ന നിന്നെ കാണണമെന്നാണ്. എന്ത് വില കൊടുത്തും ഞാനത് സാധിച്ചു കൊടുക്കും. അവൻ പറഞ്ഞതും അവൾക്കും അവനോട് വല്ലാത്ത ദേഷ്യം വന്നു. ചതിച്ചൊരു താലി കെട്ടിത്തന്നാൽ എല്ലാമായി എന്നാണോ നിങ്ങളുടെ വിചാരം? പറ. അമ്മച്ചി കാണാൻ ആഗ്രഹിച്ചത് താലി അണിഞ്ഞു നിൽക്കുന്ന എന്നെയല്ല, നിങ്ങളുടെ ഭാര്യയായി നിൽക്കുന്ന എന്നെയാണ്. ഈ താലി കെട്ടിയെന്ന് കരുതി ഈ ജന്മം നിങ്ങളെ ഞാൻ ഭർത്താവായി കാണില്ല. ഈ താലിക്ക് ഒരു വിലയും നൽകില്ല. എന്റെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ തടസ്സമായാൽ അതേത് വിധേനയും ഒഴിവാക്കും ഞാൻ. അത് കണ്ടാൽ നിങ്ങൾ അപ്പനും അമ്മയ്ക്കും സഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ചോദ്യം ചെയ്യലൊക്കെ പിന്നെ
എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. നീ ഇപ്പൊ എന്റെ കൂടെ വാ. പറയലും ദേവി ദേവുവിന്റെ കൈ പിടിച്ചു വലിച്ച് മുന്നോട്ട് നടന്നു. എന്നാൽ അവന്റെ കൈ ശക്തിയായി അവൾ കുടഞ്ഞെറിഞ്ഞു. താൻ സ്വാർത്ഥനായിക്കോ, അതുപോലെ തന്നെ ഞാനും സ്വാർത്ഥയാ. എന്റെ അച്ഛന്റെയും അമ്മയുടെയും മീനു ചേച്ചിയുടെയും ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഞാൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ട്. അറിയാലോ എല്ലാം. അതിന് ഈ താലി എനിക്ക് തടസ്സം തന്നെയാ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇത് ഞാൻ ഒഴിവാക്കിയിരിക്കും. ദേവു പറഞ്ഞതും ദേവി കണ്ണടച്ച് തന്റെ ദേഷ്യം നിയന്ത്രിച്ചു. ശേഷം കണ്ണു തുറന്നു നടന്ന് ദേവുവിന് മുന്നിൽ ചെന്നു നിന്നു. ശരി, നിനക്ക് അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ കെട്ടിയ താലി അഴിക്ക്. അടുത്ത നിമിഷം നീ ആരാണെന്നും ഇപ്പോൾ ഉള്ളത് എവിടെയാണെന്നും ഉള്ള സകല വിവരങ്ങളും ദക്ഷൻ ദേവിയും അറിയും. ഞാൻ അറിയിക്കും. ദേവി പറഞ്ഞ വാക്കുകൾ ദേവുവിൽ വലിയ നടുക്കം തന്നെ ഉണ്ടാക്കി. ഒരിക്കലും ദേവിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള വാക്കുകൾ അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. വെറുതെ എന്നെ പേടിപ്പിക്കാനല്ലേ ഇങ്ങനെയൊക്കെ? ഞാൻ വെറുതെ എന്തിനു ഇതൊക്കെ പറയണം? പറഞ്ഞല്ലോ, എന്റെ അമ്മച്ചിക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും. ഇപ്പോ എന്റെ അമ്മച്ചിയുടെ ആവശ്യം നിന്നെ ഞാൻ കല്യാണം കഴിച്ച് കാണുക എന്നുള്ളതാണ്. നീ അതിന് സമ്മതിച്ചില്ലെങ്കിൽ നിന്നെപ്പറ്റി അറിയിക്കേണ്ടവരെ ഞാൻ എല്ലാം അറിയിക്കും. അവർ എന്റെ ശത്രുക്കൾ തന്നെയാ. അവരെ എങ്ങനെ തകർക്കണമെന്നും എനിക്കറിയാം. പിന്നെ നിന്റെ ലക്ഷ്യത്തിലെത്താൻ നിന്നെ സഹായിക്കാൻ നീ എന്റെ ആരുമല്ല. അതുകൊണ്ട് തന്നെ എന്റെ അമ്മച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിന്റെയും നിന്റെ അനിയത്തിമാരുടെയും ജീവന് എന്ത് സംഭവിച്ചാലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇനി നിനക്ക് തീരുമാനിക്കാം, എന്റെ ഭാര്യയായി അമ്മച്ചിക്ക് മുന്നിൽ വരണോ അതോ നിന്റെ വാശിക്ക് വേണ്ടി 3 ജീവൻ കുഴുതി കൊടുക്കണോ എന്ന്. ദേവി പറഞ്ഞു നിർത്തിയതും ദേവു സർവം തകർന്നവളെ പോലെ നിലത്ത് തളർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണുനീർ കണ്ടതും അവന്റെ കണ്ണുകളും നിറഞ്ഞു. എന്നാൽ അവൾ അത് കാണാതിരിക്കാൻ വേണ്ടി വേഗം മുഖം തിരിച്ചു നിന്നു. തന്റെ വാക്കുകൾ അവളിൽ തന്നോട് ഒരിക്കലും തീരാത്ത വെറുപ്പുണ്ടാക്കി കാണുമെന്ന് അവൻ അറിയാമായിരുന്നു. നീ എന്നെ വെറുത്താലും ശപിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഭദ്ര. പക്ഷേ നിന്നെ എനിക്ക് വേണം. നിന്റെ പകയും ദേഷ്യവും എല്ലാം തീർക്കുവാൻ ഞാനുണ്ടാകും കൂടെ. പക്ഷേ അവയുടെ ജീവൻ എടുത്ത് നിന്റെ ജീവിതം നശിപ്പിക്കുവാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെയും നിന്റെ കൂടെയുള്ളവരുടെയും ജീവൻ രക്ഷിക്കണമെങ്കിൽ നിങ്ങളെ എന്റെ കൂടെ കൂട്ടിയേ നോക്കൂ. അതുകൊണ്ടാണ് നിന്റെ സമ്മതം പോലും ചോദിക്കാതെ താലി കെട്ടി സ്വന്തമാക്കിയത്. ഇപ്പോൾ നീ വിഷമിക്കുന്നതിന്റെ ഇരട്ടി സന്തോഷം നിന്നെ തേടി വരും ഭദ്ര. ഇത് ഈ ദേവി നിനക്ക് തരുന്ന വാക്കാണ്. എല്ലാം കഴിഞ്ഞ് നിന്റെ മനസ്സിന്റെ ഒരു കോണിൽ ഒരു ചെറിയ സ്ഥാനമെങ്കിലും എനിക്ക് നീ തരുന്നുണ്ട് എന്ന് തോന്നിയാൽ അന്ന് ഞാൻ എന്റെ മനസ്സ് നിന്റെ മുന്നിൽ തുറന്നു കാണിക്കും. ഭദ്ര ഈ ദേവിക്ക് ആരാണെന്ന്. അതുവരെ നീ എന്നെ വെറുത്തോളൂ. കണ്ണടച്ച് ശ്വാസം വലിച്ചു വിട്ട് ദേവി തന്റെ മനസ്സിനെ ശാന്തമാക്കി. ദേവുവിന്റെ ഏങ്ങനടികൾ അപ്പോഴും അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. തിരിഞ്ഞ് അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അവൻ. പറയ് ഭദ്ര, എന്താ നിന്റെ തീരുമാനം? ദേവി ചോദിച്ചതും അവൾ മുഖം ഉയർത്തി അവനെ നോക്കി. അവളുടെ മുഖം അവനിൽ സങ്കടം നിറച്ചെങ്കിലും അതവഗണിച്ച് ഗൗരവത്തോടെ തന്നെ അവളെ അവൻ നോക്കി. നീ എന്റെ ഭാര്യയായി വന്നാൽ അവർ നിങ്ങളെ ഒന്നും ചെയ്യില്ല. എന്നെ എതിർത്ത് നോക്കാനുള്ള ശക്തി അവർക്കില്ല. പക്ഷെ നീ എന്റെ കൂടെ നിൽക്കാതെ ഒറ്റയ്ക്ക് നിൽക്കാനാണ് തീരുമാനമെങ്കിൽ നിങ്ങളെ പുഷ്പം പോലെ ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കും. അവരെ എതിർത്ത് നിൽക്കുവാനുള്ള പണമോ ആൾബലമോ നിനക്കിപ്പോൾ ഇല്ല. ഓർത്തു വേണം തീരുമാനമെടുക്കാൻ. അവരെ എതിർക്കാൻ പണവും ശക്തിയും ആൾബലവും എല്ലാം ആവശ്യമാണ്. സമ്മതം. നിങ്ങളുടെ ഭാര്യയെ അമ്മച്ചിക്ക് മുന്നിൽ ഞാൻ വരാം. പക്ഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഡേവിഡ്, എന്നെ തോൽപ്പിച്ചെന്ന് നിങ്ങൾ കരുതണ്ട. എന്റെ അവസ്ഥ മുതലെടുത്ത് നിങ്ങൾ ഇപ്പോൾ ചെയ്തത് ഒന്നും അധിക കാലം നീണ്ടു നിൽക്കില്ല. നിങ്ങളുടെ വീട്ടുകാരുടെ മുന്നിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയായിരിക്കും. പക്ഷേ എന്റെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല. ദിയെയും ദക്ഷിണയും വെറുക്കുന്ന പോലെ ഇന്ന് ഞാൻ നിങ്ങളെയും വെറുക്കുന്നു. എന്റെ നിസ്സഹായാവസ്ഥയെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് നിങ്ങളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. പിന്നെ എന്റെ ലക്ഷ്യം നേടാൻ ഈ താലിക്കും അത് കെട്ടിയ ആൾക്കും എന്റെ മനസ്സിൽ
സ്ഥാനമില്ലാത്ത കാലത്തോളം ഒരു തടസ്സവും ഉണ്ടാവില്ല. അവൾ പറഞ്ഞതും അവളെ നോക്കി പുച്ഛിച്ചതല്ലാതെ ദേവി ഒന്നും പറഞ്ഞില്ല. അത് കണ്ടതും അവൾ ദേഷ്യത്തോടെ കണ്ണുകൾ തുടച്ച് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. കർത്താവേ, അവളുടെ പേര് പോലെ തന്നെ ഭദ്രകാളിയായിട്ടാണ് എന്റെ ലൈഫിലോട്ട് അവളുടെ എൻട്രി. എന്നെ അങ്ങ് തന്നെ കാത്തോണേ. കുരിശു മരിച്ച് അവൾക്ക് പിന്നാലെ ദേവിയും പുറത്തേക്ക് നടന്നു. ഡീ, കാറിൽ കയറാൻ പോയ ദേവു വിളി കേട്ടതും തിരിഞ്ഞു നോക്കി. എന്താ? അവന്റെ അതേ കലിപ്പോടെ അവൾ ചോദിച്ചതും അവനൊന്ന് പകച്ചു. നീ പോയി ഈ വേഷം കെട്ടൊക്കെ അഴിച്ചു മാറ്റിവാ. ഈ കോലത്തിൽ ഇനി നടക്കേണ്ട. അവൻ പറഞ്ഞതും അവൾ അവനെ സംശയത്തോടെ നോക്കി. പിന്നെ എന്തോ മനസ്സിലായി എന്ന പോലെ അവനെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു. ഹോ, എന്റെ ശരിക്കുമുള്ള രൂപത്തിൽ നടന്നാലല്ലേ ദക്ഷും ദേവിയും എന്നെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് കൊല്ലുള്ളൂ അല്ലേ? എന്റെ ശല്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പെട്ടെന്ന് തീർക്കുവാനാവും ഇങ്ങനെയൊരു തീരുമാനം. നടക്കില്ല. എന്റെ ലക്ഷ്യം എത്തുന്നത് വരെ ആരും എന്നെ തിരിച്ചറിയാൻ പോണില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ ബുദ്ധിയോടെ നേരിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ദേവു പറഞ്ഞതും ദേവി ശക്തിയിൽ അവളെ കൈ പിടിച്ചു വലിച്ചു. പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവൾ അവന്റെ നെഞ്ചിൽ ഇടിച്ചു നിന്നു. അവന്റെ അപ്പോഴുള്ള മുഖഭാവം അവളിൽ ഭയം നിറച്ചു. നീ ഇനി വേറെ രൂപത്തിൽ നടക്കില്ല ഭദ്ര. എന്റെ താലി നിന്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം നിനക്കോ നിന്റെ കൂടപ്പിറപ്പുകൾക്കോ ഒന്നും സംഭവിക്കാൻ ഈ ദേവി സമ്മതിക്കില്ല. നേരത്തെ ഞാൻ പറഞ്ഞത് നീ താലി പൊട്ടിച്ച് കളഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ്. എത്ര കാലം നീ എന്റെ ഭാര്യയായിരിക്കുന്നോ അത്രയും കാലം നിനക്ക് ധൈര്യമായി നിന്റെ യഥാർത്ഥ രൂപത്തിൽ നടക്കാം. അവർക്കെതിരെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിനക്കെതിരെ ഒരു ചെറുവിരലനക്കാൻ പോലും അവർക്ക് സാധിക്കില്ല. ഇത്രയും എന്നോട് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ വിശ്വസിക്കണോ? ഇല്ല, എനിക്ക് ആരുടെയും സഹായം വേണ്ട. നിങ്ങളെ പ്രത്യേകിച്ചും എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. അവനെ നോക്കാതെ അവൾ പറയുമ്പോൾ ഒപ്പം കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിലുള്ള പിടി ദേവു മുറുക്കിയതും വേദനയോടെ ദേവു കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നെ നോക്കു ഭദ്ര, എന്റെ കണ്ണിൽ നോക്കിപ്പതാ, നിനക്ക് എന്നെ വിശ്വാസമില്ല എന്ന്. അവൻ പറഞ്ഞതും അവൾ കണ്ണടച്ച് തന്നെ വിലങ്ങനെ തലയാട്ടി. അവളെ ഒന്നുകൂടി തന്റെ നെഞ്ചിലേക്ക് ചേർത്തു നിർത്തി ദേവി. അവളുടെ ഹൃദയമെടുപ്പ് കൂടി. ഒരു നിശ്വാസത്തിനപ്പുറം അവന്റെ മുഖമുണ്ട് എന്നത് അവളിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കി. ഭദ്രേ, ആർദ്രമായി അവൻ വിളിച്ചതും അവൾ കണ്ണുകൾ അറിയാതെ തുറന്ന് അവനെ നോക്കി.